അനുരാജിന്റെ ശബ്ദമിടറി എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് PWD എനിക്ക് അവാർഡ് തന്നു. നീ ഹനുമാനല്ല, സുലൈമാനല്ല, ഹനുമാനാണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. ദാ വരുന്നു എന്ന് പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ ആണോ എന്ന് തോന്നിയേക്കാം. എന്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ ആർക്കുള്ള പലതരം ഇമോഷൻസ് പോർട്രേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മള്. 2018 എന്നൊരു സിനിമ മനസ്സിൽ ആഴത്തിൽ തട്ടിയൊരു സിനിമയാണ് പ്രഷർ. അത് ടോബിയുടെ അഭിനയമാണെങ്കിൽ കണ്ണ് നനയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഡയറക്ടർ ആണെങ്കിലും പറയുന്നു, എഡിറ്റർ ആണെങ്കിലും പറയുന്നു, ഇന്നലെ കണ്ട ഒരാൾ കണ്ണ് നനഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പൊ ടോബി ഈ സിനിമ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2018 നമ്മുടെ മനസ്സിൽ നമ്മൾ നേരിട്ട് കണ്ടാണ്. പക്ഷെ ഈ പറഞ്ഞ മുത്തങ്ങ സംഭവം നിങ്ങളല്ല എന്ന് പറയുമ്പോഴും മുത്തങ്ങ സംഭവം നേരിട്ട് കാണാത്ത ഒത്തിരി കണ്ടു, പത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കൂടെ ഇരിക്കുന്നവരൊന്നും പത്രം പോലും വായിക്കാത്ത ചില എന്റെ പ്രായത്തിൻ്റെതാണ് ഞാൻ പറയുന്നത്. ആ സംഭവം ടോബി അഭിനയിക്കുമ്പോൾ എല്ലാം റിസ്ക് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കണ്ണു നിറയില്ല. ഷമീർ ഇപ്പൊ പറയാണ്, അവിടെ ഇന്നലെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കണ്ണു നിറഞ്ഞു എന്ന് പറയുമ്പോൾ ആ മാതിരി ഒരു സീനായിരിക്കും ടോബി. അത് നമ്മൾ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ദാ വരുന്നു എന്ന് പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ ആണോ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ എന്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ അങ്ങനെ വിലയിരുത്താറില്ല. അങ്ങനെ വിലയിരുത്തുന്ന ഒരു കാര്യമില്ല. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വാലിഡേഷൻ, ഞാൻ ആഗ്രഹിക്കുന്ന വാലിഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ സംവിധായകനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഓഡിയൻസ്. ആ സംവിധായകനും എഴുത്തുകാരനുമാണ് ഈ കഥാപാത്രത്തിനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവര് ഇതിൽ സംതൃപ്തരാണോ, അവരാഗ്രഹിച്ച പോലെ അവരാഗ്രഹിച്ചതിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ ഇവർക്ക് എന്റെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. അപ്പൊ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എന്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ ആർക്കുള്ള പലതരം ഇമോഷൻസ് പോർട്രേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ ഗ്രാഫും നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കഥ വായിച്ച സമയം മുതൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റു സിനിമകൾ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയം വരെയും ഈ സിനിമയെ പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല, സംസാരിക്കാതിരുന്നിട്ടില്ല. അതുവരെയും എപ്പോഴൊക്കെ ഞാനും അനുരാജും സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആ സീനിൽ ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ട് അന്ന് മുതൽ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്കഷൻസിലൊക്കെ ഇതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പൊ ആ സമയത്ത് വയനാടായിരുന്നു ഷൂട്ട്. ഞാൻ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഷൂട്ട്, പിന്നെ എൻ്റെ അവിടുത്തെ വയനാട്ടിലെ ചെറിയ മലകയറ്റവും അവിടുത്തെ സുഹൃത്തുക്കളായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് നമ്മൾ നല്ല ഏകാഗ്രതയും ഒക്കെ ആയിരിക്കും. സമയത്തിന് ഉറങ്ങുന്നു, സമയത്തിന് എഴുന്നേൽക്കുന്നു, മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. നമ്മൾ ഇതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിന്റെ സൂക്ഷിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഒരു ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മള് ഒരു ടൊവിനോ തോമസ് ആയിട്ട് നിന്നിട്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചിന്തകളിൽ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വളർന്നു ഒരു കൊക്കയും അപ്പോൾ ഇതില് അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മള് ശരിക്കും കരയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കരയുമ്പോഴും ഒരേ മസിൽസ് തന്നെയാണ് ചലിപ്പിക്കപ്പെടുന്നത്. ഒരേ ടീയറുകളായിട്ട് നിന്ന് തന്നെയാണ് ഈ കണ്ണീര് വരുന്നത്. നമ്മള് ഗ്ലിസറിനിടാതെയും നമുക്ക് കരയാൻ പറ്റും. നമ്മളെ ഈ സിറ്റുവേഷൻസ്, സിനിമയിലെ സിറ്റുവേഷൻസ് വളരെ ആത്മാർത്ഥമാണെങ്കിലും നമ്മൾ സിനിമ കണ്ട് കരയുന്ന ആൾക്കാരല്ലേ. ഞാൻ പുസ്തകം വായിച്ചിട്ട് അതിനകത്തൊരു ഇമോഷണൽ സീക്വൻസ് വന്നാലും എന്റെ കണ്ണെന്ന് പറയുന്നതാണ്. അപ്പൊ അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കുറച്ചും കൂടെ കൂടുതൽ എന്റെ ഉള്ളിലേക്ക് കയറുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇച്ചിരി ലോങ് ടേക്ക് ആയിരുന്നു. സിനിമയിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് കട്ടായിട്ടായിരിക്കും അതിന് ഷോട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലെ നമ്മളൊരു ദിവസം രാവിലെ വന്ന് പ്രിപ്പയർ ആയിട്ട് അന്ന് ഞാനും ആ മൂഡിലായിരുന്നു. മൊത്തം ഗ്രൂവും കുറച്ച് സൈലന്റ് ആയിരുന്നു. എടുക്കാൻ പോകുന്ന സീൻ ഇതാണെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് അങ്ങനെ വന്നത് നമ്മള് ഈ സീൻ പെർഫോം ചെയ്ത് ത്രൂ ഔട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുരാജ് സാധാരണ കട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ കട്ട് കണ്ടപ്പോ നമുക്ക് അനുരാജിന്റെ ശബ്ദമിടറി എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് PWD എനിക്ക് അവാർഡ് തന്നു. നീ ഹനുമാനല്ല, സുലൈമാനല്ല, ഹനുമാനാണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. അതാണ് നമ്മൾ സിനിമ ഇറങ്ങിയതിനു ശേഷം
വരുന്ന റെസ്പോൺസുകളേക്കാൾ ഓൺ ദ സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ് ചില സമയത്ത് അങ്ങനത്തെ കയ്യടികളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അനുരാജന്റെ സുഹൃത്താണ്, അനുരാജ സിനിമയുടെ സംവിധായകനാണ്. അതുകൊണ്ട് ചിലപ്പോൾ അനുരാജന് കുറച്ചും കൂടി ഇമോഷണലി ഇതിൽ ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം ആ സമയത്ത് എന്റെ പെർഫോമൻസ് കണ്ടിട്ട് കരച്ചിൽ വന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജ്ജമായിരുന്നു. അത് തന്നെയാണല്ലോ ഒരു അപ്രിസിയേഷൻ ആണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്, ഒരു രൂപം പ്രേരിപ്പിക്കുന്നത്. അത് അങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഓരോ സീനുകളും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയുക, ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെയല്ലല്ലോ. എനിക്ക് അതിനുള്ള അത്രയും ഇൻപുട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ തന്ന ആ സ്ക്രിപ്റ്റിൽ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഞങ്ങൾ ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടറൊക്കെ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് മനസ്സിൽ ചെറിയൊരു ധാരണ ഉണ്ടാവും. പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ പല ഇൻഹിബിഷൻസും മറന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു.